ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിൽ സിനിമകളെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. നമ്മളിങ്ങനെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓവർ റിയാക്ഷനൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ സിനിമയൊക്കെ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ഒക്കെ പറയാൻ തുടങ്ങണം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റാർ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു ദിവസമായി വന്നിട്ട് കവിൻ ആണ് മെയിൻ ലീഡ് റോൾ ചെയ്തത്. ഇലൻ ആണ് ഡയറക്ടർ. പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് അറിയത്തില്ല. ഇലൻ ഓർ ഇലൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. യുവൻ ശങ്കർ രാജാണ് മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ലാലി, അദിതി പോഹൻകർ എല്ലാം ഉണ്ട് പടത്തിൽ. സ്റ്റാർ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കണ്ടു കളയാം. ഒരു നടികൻ അവർ നടിக்கிற திறமையால என்ன வேணாலும் மறக்க வைக்க முடியும். என்ன பாரதியாருக்கு மீசையை காணோம்? நீ நடிக்கிற நடிப்புல பாக்குறவங்க பூரா ஓ மீசைய மறந்துடணும். நீ மட்டும் ஓ மீசைய மறைச்சிட்ட, நீ ஜெயிச்சிடலாம். കണ്ടില്ലത് സിനിമയുടെ நான் உன்னை விட்டுட்டு போயிருக்க கூடாது. இந்த உலகத்திலே எனக்கு ரொம்ப பிடிச்சது நீ மட்டும்தான். நீ இல்லாம நான் இப்படி. நெக்ஸ்ட். நீ உடனே வேலைக்கு போய் இதெல்லாம் எங்களுக்கு செய்யின்னு சொல்லல. நிலையான வருமானம் இல்லாம நாங்க கஷ்டப்படுற மாதிரி நீ கஷ்டப்படக்கூடாதுன்னு தான் சொல்றேன். நீ கத்துக்கிறது கூட காசு தேவையா இருக்குல்ல சார்? കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. തോന്നുന്നു സാർ. இன்னும் ஒரே ஒரு சான்ஸ் மட்டும் கொடுங்க சார். நான் நல்லா பண்ணுவேன் சார். ஸ்ட்ரகிள் வீரா ஏன்டா உன்னை விட்டு போனா? சொல்றா, ஏன் விட்டு போனா? அவனுக்கு என்ன பிடிக்கலடா. நான் ஒண்ணுமே இல்லாதவன் என்ன விட்டுட்டு போயிட்டான். என்கிட்ட காசு இல்லப்பா. காசு இல்லை சார். காசு இருக்குமா? நம்ம எல்லாரையும் ஏதோ ஒண்ணு பிடிச்சு இழுக்கத்தான் செய்யும். நாம தான் அதை உதைச்சு தள்ளிட்டு மேல வரணும். இந்த மூஞ்ச வச்சுக்கிட்டு எப்படி நடிப்பான்னு தானே கேட்டேன். நான் நடிச்சு காட்டலடா. வாத்தா இந்த மூஞ்ச நீங்க பாப்பீங்கடா. வாழ்க்கையில நான் ஜெயிக்கிற வரைக்கும் எனக்கு யாரும் வேண்டாம்ப்பா. நீ எல்லாம் ஜெயிக்கவே மாட்டேன். வயது முதிர்ந்த போதிலும், வலிகள் மிகுந்த போதிலும், வலிமை குறைந்த போதிலும் ചെറിയ രോമാഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. வீரன் வாழ்த்தரிப்பதை நிறுத்துவதில்லை. ചാർന്നായിരിക്കും എഴുതിയേക്കുന്നത്. ഹിന്ദി വായിക്കാൻ തമിഴ് വായിക്കാൻ അറിയാൻ പറ്റുന്നുണ്ട്. ഇല്ല മെയ് 10 ഒരു കുളൻ ട്രെയിലർ, നല്ല ഞെരിപിരി കൊണ്ട് ട്രെയിലറാണ്. എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള പിള്ളേരുടെയും ഒരു അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു സാധനമാണ് കാശ്. വേണ്ടത് എടുത്ത് കാണിക്കണം ട്രെയിലറിനകത്ത് വരെ. നമ്മ കാശ്. എന്താ അറിയോ, നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒന്ന് തല കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം കാശിനെ പറ്റി വേവലാതിപ്പെടാത്ത ഒരാൾക്ക് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ എളുപ്പമാണെന്നല്ല, അവന് അത് നോക്കിയാൽ മതി. അപ്പം സ്വന്തം ഫാമിലിയെയും നോക്കി സിനിമ ആഗ്രഹമായിട്ട് പോകുമ്പോഴത്തേനും അവർക്ക് കുറച്ച് സ്ട്രഗിളുണ്ട്, കുറച്ചേറെ. സിനിമയിൽ ഇപ്പം സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളവർ ചെറിയ രീതിയിലുള്ള ഇതൊന്നും ആയിരിക്കില്ല കടന്നു പോയിട്ടുണ്ടാവുക. അതൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിക്കും. പിന്നെ യുവൻ ശങ്കർ രാജയുടെ ആ സ്കോർ ഇങ്ങനെ, ആ ട്രെയിലറിനകത്ത് സ്കോർ അടിപൊളിയായിട്ട് കയറിപ്പോകുന്നുണ്ട്. ഇങ്ങനെ ആ സാധനം കണ്ടപ്പോഴത്തേന് എനിക്ക് ഓർമ്മ വന്ന നമ്മുടെ ഏതായിരുന്നു, ജേഴ്സി മൂവിയിൽ ടടടൻ ആ സാധനമാണ് എനിക്ക് ചെറിയതായിട്ട് ഫീൽ ചെയ്തത്. ഇപ്പം സ്റ്റാർ മൂവി ഇൻസ്പിറേഷണൽ മൂവി ആവട്ടെ,
ചുമ്മാ ഒരാളുടെ നെക്സ്റ്റിൽ പോകേണ്ട ആളായിരിക്കുകയല്ല നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പണിയെടുത്തുകൊണ്ടിരിക്കുക, ആഗ്രഹങ്ങളുടെ പുറകെ ഓടുക 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 ഓടുക, എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേരും. അതൊക്കെ ആയിരിക്കും മൂവി പറയുന്ന സ്ട്രഗിൾ. അതുണ്ട്, എല്ലാത്തിലും ഉണ്ട്. പടം ഗൂസ് ബംസ് തരട്ടെ ഗൈസ്. വേൾഡ് വൈഡ് റിലീസ് May 10th നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.